മരണത്തോടുകൂടി നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കും. മരണത്തോടുകൂടി പിന്നീട് കർമ്മങ്ങൾക്കുള്ള സമയമല്ല, പിന്നെ ഹിസാബ്, വിചാരണയാണ്. നാളെ പരലോകത്ത് പടച്ചോൻ കർമ്മങ്ങൾ കാണിക്കുമ്പോ സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾ അവിടെ കാണണം. ഒരു യതീമായ കുട്ടിയുടെ തലയിൽ തലോടുന്നത് പുണ്യാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളിന്റെ ദിവസം ഇങ്ങനെ പോകുമ്പോ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനെ കണ്ടു. റസൂൽ ചോദിക്കാണ്, പെരുന്നാളിന്റെ അന്ന് എന്താ മോനെ സന്തോഷിക്കാത്തത്? കുട്ടിന്റെ മറുപടി എന്താണെന്നറിയോ? റസൂലേ, ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, യതീമാണ്. ആ യതീമായ കുട്ടിയുടെ കൈ പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ വരാൻ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അരികിലേക്ക്. ആയിഷ, ഈ പെരുന്നാൾ അബൂ സലമയുടെ കുട്ടിയുടെ കൂടെയാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം കഴിക്കുമ്പോ കുട്ടി എല്ലാ ഭാഗത്തും എടുത്ത് കഴിക്കാൻ. അവിടെയാണ് പ്രവാചകൻ ഭക്ഷണ മര്യാദ പഠിപ്പിച്ചത്. യാ ഉലാം, പൊന്നുമോനെ, സമ്മില്ല, കുട്ടി ബിസ്മി ചൊല്ല്. കുൽ ബി യമീനിക്, നിന്റെ കുട്ടി വലത് കൈ കൊണ്ട് കഴിക്ക്. കുൽ മിമ്മാ യലീക്, നിന്റെ അരികിലുള്ളത് കഴിക്ക്. സഹോദരന്മാരെ, ഒരു യതീമിനെ കാണാൻ, യതീമിന്റെ സങ്കടം അറിയാൻ നമുക്ക് സമയമുണ്ടോ? ഇത് നാളെ പരലോകത്ത് കാണാനുള്ളതാ. ഇവിടെ കാണണമെന്നില്ല, ഇവിടെ ആരും അറിയണമെന്നില്ല. പക്ഷെ നാളെ പരലോകത്ത് പടച്ചറപ്പ് കാണിച്ചു നൽകും. റോഡ് മുറിച്ചു കടക്കാൻ ഒരു വൃദ്ധയായ പാവപ്പെട്ട ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോ ഒന്ന് ബൈക്കൊന്ന് നിർത്തി അവരുടെ കൈ പിടിച്ച് നമ്മളൊന്ന് റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചാൽ നാളെ പരലോകത്ത് കാണും. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി വേഷം മാറി വരാൻ സഹാബി പിന്നാലെ ചെന്നു. രാവിലെ ചെന്നിട്ട് ആ വൃദ്ധയോട് ചോദിച്ചു, ഇന്നലെ വന്നത് ആരാ? ആ വൃദ്ധന്റെ മറുപടി എന്താണെന്നറിയോ? ആ മനുഷ്യൻ എന്റെ മലമൂത്ര വിസർജനം വൃത്തിയാക്കും. എന്നും വരുന്ന ആ മനുഷ്യൻ എന്റെ മലമൂത്ര വിസർജനം അയാളുടെ കൈ കൊണ്ട് വൃത്തിയാക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയെ പറ്റി ആ വൃദ്ധ പറയുകയാണ്, ആ മനുഷ്യന്റെ കൈകൾ കൊണ്ടാണ് എന്റെ മലമൂത്ര വിസർജനം വൃത്തിയാക്കുക. എന്റെ വസ്ത്രങ്ങൾ അലക്കി നൽകും, ഭക്ഷണം പാകം ചെയ്യും. രാവിലെ ആ മനുഷ്യൻ തിരിച്ചു പോകും. ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ റോമും പേർഷ്യയും അടക്കി ഭരിക്കുന്ന ഉമർ എന്ന ചക്രവർത്തിയാണെന്ന്. സഹോദരന്മാർ, നമ്മളൊന്ന് ആലോചിക്കാം. ഏതെങ്കിലും ഒരു വൃദ്ധനെ പോയിട്ട് സ്വന്തം ഉമ്മാന്റെ കൂടെ ഒന്നിരിക്കാൻ നമുക്ക് സമയമുണ്ടോ? ആ ഉമ്മയുടെ ചുക്കിച്ചുളിഞ്ഞ കൈകളിലൂടെ ഒന്ന് തലോടാൻ നമുക്ക് സമയമുണ്ടോ? ഏതെങ്കിലും ഒരു ഉമ്മാനെ ഏതെങ്കിലും അയൽവാസികളെ തേടി പോകണമെന്നില്ല. നൊന്തു പ്രസവിച്ച ശരീരത്തിലെ ഒരുപാട് അസ്ഥികൾ ഒന്നിച്ചു പൊട്ടുന്ന വേദനയാണ് പ്രസവ വേദന. ആ പൊന്നുമ്മാന്റെ അരികിലൊന്നിരിക്കാൻ സഹോദരന്മാരെ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? ഉമ്മാക്ക് നല്ല വാക്ക് പറയാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മളൊന്ന് ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തുക. എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഒരുപാട് നന്മകളിൽ നമ്മൾ മത്സരിക്കുക. അത് നാളെ പരലോകത്ത് കാണണം. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ഗുഫ്രാനക്കെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? പടച്ചോനെ പുറത്തു കൊണ്ടാം. എന്തൊരു വലിയ തെറ്റ് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ വരുന്നത്, എന്തോ ഒരു തോന്നിവാസം ചെയ്ത് തെറ്റ് ചെയ്തിട്ടല്ല വരുന്നത്. പിന്നെന്തിനാ പടച്ചോനെ പുറത്തു കൊണ്ടാന്ന് പറയാനുള്ള കാരണം? പടച്ചോനെ ഒരു 10 മിനിറ്റ് സമയം, ഒരു 5 മിനിറ്റ് സമയം നിനക്ക് ദിക്റെടുക്കാതെ, നിന്നെ സ്തുതിക്കാതെ, ഖുർആൻ പാരായണം ചെയ്യാതെ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി പടച്ചോനെ, പുറത്തു കൊണ്ട് റബ്ബേ. സഹോദരന്മാരെ, ഇവിടെ നമ്മളിങ്ങനെ ബസ്സിൽ പോകുമ്പോ കുറെ തെങ്ങും കവുങ്ങും നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ട്. കുറെ ബസ്സും കാറും നോക്കിയിരുന്നിട്ട് എന്ത് നേട്ടം ദുനിയാവിലും ആഖിറത്തിലും. ആ സമയത്ത് ഒരു 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു ഭവനം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എത്ര ദിക്റുകൾ. തുലാസിൽ കനം തൂങ്ങുന്നത്, നാവിന് ലളിതമായത്, എത്ര ദിക്റുകൾ. സഹോദരന്മാരെ, നമ്മൾ ആരെ കാത്തിരിക്കുന്നത്?
ദിക്റില്ല. നമ്മൾ പറയും പടച്ചോനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹു തആല അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാ പ്രാർത്ഥന കേൾക്കണ പടച്ചോനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുണ്ടോ? പ്രാർത്ഥന കേൾക്കുന്ന ഒരു പടച്ചോനുണ്ടല്ലോ. ഒന്നാം ആകാശത്തിലേക്ക് വന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നവരെവിടെ? ഉത്തരം നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ചോദിക്കണവരെന്നോട് ചോദിച്ചാൽ ഉത്തരം നൽകാമെന്ന് പറഞ്ഞ ആ പടച്ചോനോട് ചോദിക്കാൻ സഹോദരന്മാരെ നമുക്ക് സമയമുണ്ടോ? ആത്മാർത്ഥമായി നാം ഒന്ന് വിലയിരുത്തുക. ഈ രൂപത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ സാഹചര്യം? നമ്മുടെ മുൻഗാമികൾ പ്രതീക്ഷയോട് കൂടിയിട്ടല്ല മരണപ്പെട്ടത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു കല്ലെടുത്തുകൊണ്ട് പറയുകയാണ്, യാ ലൈതനി കുന്തു ഹാദിഹി തിബ്ന, ഈ കല്ല് പോലെയായിരുന്നു ഉമറെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം കല്ലിന് വിചാരണക്ക് നിൽക്കേണ്ട അവസ്ഥയില്ല. കല്ല് തലയുടെ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന വിചാരണ നാളിൽ പ്രയാസത്തോടുകൂടി നിൽക്കേണ്ട സാഹചര്യമില്ല. ഉമർ നിൽക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിചാരണക്ക് നിൽക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, സ്വർഗത്തിലൊരു കൊട്ടാരം ഞാൻ കണ്ടു, സ്വർഗത്തിലൊരു കൊട്ടാരം കണ്ടു. ഇത് കണ്ടപ്പോ വല്ലാത്തൊരാഗ്രഹം തോന്നി അതിലേക്കൊന്ന് കാലെടുത്തു വെക്കാൻ. പക്ഷെ ഉമറെ, നിന്റെ ഗീറത്ത് ഞാൻ ആലോചിച്ചു. ഒരല്പം ഗീറത്തുള്ള മനുഷ്യനാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട ഗീറത്ത്. അത് ആലോചിച്ചപ്പോ ഉമറെ, കാല് ഞാൻ പിറകിലോട്ടെടുത്തു. മഹാനായ സ്വഹാബി പറയണം, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോട് ഞാൻ കോപിക്കുകയോ, എന്റെ കൊട്ടാരത്തിൽ അങ്ങ് കടന്നാൽ അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുകയോ? ആ സ്വഹാബിയാണ് ആലോചിക്കുന്നത്, പടച്ചോനെ, എന്തായിരിക്കും നാളെ പരലോകത്ത്? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ പരിശുദ്ധ ഖുർആന്റെ പാരായണം കേട്ട് താഴെ ഇറങ്ങി സ്വഹാബി ഓതി ഓതി ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്ന ആയത്തെത്തിയപ്പോ സ്വഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ ഉമറിനെ നോക്കി, ഒരു മാനസിക രോഗിയെപ്പോലെ ഉമർ മാറി. ഒരൊറ്റ ആയത്ത് കാരണം ഒരു മാസം രോഗിയായി കിടന്നു. ഒരു ആയത്ത് കേട്ടിട്ട് ഒരു മാസം രോഗിയായി കിടന്നു. സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിക്കണം, ഖുർആനുമായിട്ട് എന്താണ് നമ്മുടെ ബന്ധം? പ്രവാചകന്റെ സുന്നത്തുമായി എന്താണ് നമ്മുടെ ബന്ധം?